ഹലോ ഹായ് റുസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. തക്കാളി കൊണ്ടാണ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതുപോലെ ഒരു ദിവസമൊക്കെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 5-6 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഞാനിതാ അപ്പം മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലാക്കി നമുക്കിതെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടി ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയിൽ ഇത് ഫുള്ളായിട്ടുണ്ട്. നമുക്ക് മിക്സിൻ്റെ ജാറൊന്ന് മാറ്റി കൊടുക്കാം. വേറൊരു ജാറിലേക്ക് ഞാനിതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്ത മാവ് നമ്മളൊരു ബൗളിലേക്ക് മാറ്റാം. വളരെ ഈസിയായി നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം. അപ്പോൾ ഇതാ ഒരു 10-15 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു മാവിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ, 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാനെന്താ നമ്മുടെ ദോശക്കല്ലാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാറ്ററി കുറച്ചെടുത്തിട്ട് ഒരു തവിയിൽ കുറച്ചെടുക്കാം. അതിന് ശേഷം ദോശക്കല്ലിൽ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ മൈദ കൊണ്ടൊക്കെ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കാറില്ലേ, അപ്പോൾ അതുപോലെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി മേൽഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു അപ്പം കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക. അതുപോലെ ഇതാ ദോശക്കല്ലിൽ വീണ്ടും ഞാൻ ഇതുപോലെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മാവ് ഒഴിച്ച് ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ള മാവും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.